വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് മിഥില നഗരത്തിലേക്ക് പോകുന്നു. അവിടെ മിഥിലാരാജാവ് ജനകൻ യജ്ഞം നടത്തുന്നു. ജനകരാജാവിന് സീത എന്ന ദിവ്യസ്വഭാവമുള്ള പുത്രിയാണ്. അവളുടെ വിവാഹം നടത്തുന്നതിന് രാജാവ് യോഗ്യനായ വരനെ തിരയുകയാണ്. ജനകന്റെ രാജധാനിയിൽ മഹാദൈവീകമായ ശിവന്റെ ധനുസ്സുണ്ടായിരുന്നു. അത് വളരെയധികം ഭാരമുള്ളതാണ്. മനുഷ്യരെല്ലാവരും ചേർന്നാലും അതിനെ ചലിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയിരിക്കെ ജനകൻ പ്രഖ്യാപനം നടത്തുന്നു. ശിവധനുസ്സുയർത്തുകയും ധനുസ്സ് വാരി സാവധാനമായി പിടിക്കുകയും ചെയ്യുന്നവൻ മാത്രമേ സീതയെ വിവാഹം ചെയ്യാൻ യോഗ്യനാകൂ. വിശ്വാമിത്രൻ രാമനോട് മുന്നോട്ടു പോകാനായി പറയുന്നു. രാമൻ ശാന്തമായ സമീപനത്തോടെ ആ മഹാശക്തിയുള്ള ശിവധനുസ്സിനെ വാരി ഉയർത്തുന്നു. ആലസ്യവശാൽ വാരുന്നതിനിടെ ധനുസ് ഇടിയോടെയാണ് പൊട്ടിപ്പോകുന്നത്. ആ ശബ്ദം ദിശകളെ മുഴുവനായും പ്രകമ്പനം കൊള്ളിപ്പിച്ചു. ഇതുകണ്ട് ജനകനും ഹർഷഭരിതനാകുന്നു. ഇവനാണ് സീതയ്ക്ക് യോഗ്യനായവൻ. അദ്ദേഹം അത്യധികം സന്തോഷത്തോടെ പറഞ്ഞു. ജനകൻ അയോധ്യയിലേക്ക് ദൂതനെ അയച്ച് വിവാഹാനുമതി ചോദിക്കുന്നു. ദശരഥൻ സന്തോഷത്തോടെ വിവാഹം നടത്താൻ തയ്യാറാകുന്നു. സീതയുടെ മനസ്സിൽ നേരത്തെ തന്നെ രാമന്റെ ദിവ്യതയും മനോഭാവവും ആകർഷണമുണ്ടായിരുന്നു. രാമൻ ധാർമ്മികതയുടെ നിജരൂപം എന്നതായിരുന്നതിനാൽ അവളുടെ ഹൃദയത്തിൽ അടിയുറച്ചിരുന്ന ഒരു പ്രതീക്ഷയാണ് പൂവണിഞ്ഞത്. ദശരഥനും സഹോദരന്മാരും മന്ത്രിമാരുമായി ചേർന്ന് മഹാസൗഭാഗ്യത്തോടെയും ആഹ്ലാദത്തോടെയും മിഥിലയിലെത്തുന്നു. രണ്ടു രാജവംശങ്ങളായ അയോധ്യയും മിഥിലയും തമ്മിൽ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നു. ഇത് രാഷ്ട്രീയമായും ധാർമ്മികമായും ശക്തമായ ബന്ധമാണ്. രാമനും സീതയും തമ്മിൽ വിവാഹം നടക്കുന്നതുപോലെ തന്നെ സഹോദരന്മാരുടെയും വിവാഹം നടക്കുന്നു. ഭരതൻ മണ്ഡവിയുടെ മകൾ മാണ്ഡവ്യയെ വിവാഹം ചെയ്യുന്നു. ലക്ഷ്മണൻ സീതയുടെ സഹോദരിയായ ഉർമിളയെ വിവാഹം ചെയ്യുന്നു. ശത്രുഘ്നൻ മണ്ഡവിയുടെ മറ്റൊരു മകൾ ശ്രുതകീർത്തിയെ വിവാഹം ചെയ്യുന്നു. ഇതിലൂടെ 4 സഹോദരന്മാരും 4 സഹോദരിമാരുമായുള്ള വൈവാഹിക ബന്ധം മിഥിലയും അയോധ്യയും തമ്മിലുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നു. രാമനും സീതയും അതീവ അഴകിലും ധാർമ്മികതയിലും ദൈവികതയിലും ചാരുതയുള്ള ദമ്പതികളായി ഉയിർക്കുന്നു. വിവാഹശേഷം എല്ലാവരിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ച ശേഷം ദശരഥനും പുത്രന്മാരും പുത്രവധുക്കളും ചേർന്ന് അയോധ്യയിലേക്ക് തിരിക്കുന്നു. രാമനും സീതയും വിവാഹശേഷം അയോധ്യയിലെത്തിച്ചേരുമ്പോൾ രാജധാനിയിൽ ആനന്ദോല്ലാസമാണ്. പ്രജകളും മന്ത്രിമാരും രാജാവു പോലും രാമന്റെ ധാർമ്മികതയിലും സൗമ്യതയിലും മോഹിതരാകുന്നു. ദശരഥൻ തന്റെ സ്വപ്നസാക്ഷാത്കാരം പോലെ രാജസിംഹാസനത്തിൽ രാമനെ ഇരുത്താനുള്ള ആലോചന ആരംഭിക്കുന്നു. മന്ത്രിമാരുടെ സഹായത്തോടെ ദശരഥൻ തന്റെ മകനായ രാമനെ അടുത്ത ദിവസം യുവരാജനായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നു. ഈ വിവരം രാജധാനിയിലുടനീളം ആഘോഷപൂർവ്വം പരക്കുന്നു. ദശരഥന്റെ ഏറ്റവും പ്രിയ ഭാര്യയായ കൈകേയിക്ക് പരിചാരികയായ ദുഷ്ടബുദ്ധിയുള്ള മന്ദര എന്ന സ്ത്രീ ഈ സന്തോഷവാർത്ത തീവ്ര വിഷമായി പകർന്നു നൽകുന്നു. മന്ദരയുടെ ചൊല്ലിൽ ഭാവിയിൽ കൗസല്യയ്ക്ക് മാത്രമേ രാജമാതാവിന്റെ സ്ഥാനമുണ്ടാകുകയുള്ളൂ. നീയും ഭരതനും അവഗണിക്കപ്പെടും. മന്ദരയുടെ ഗൗരവപൂർണമായ വ്യാഖ്യാനങ്ങളാൽ മനസ്സുലയുന്ന കൈകേയിക്ക് തന്റെ മകനായ ഭരതനാണ് രാജാവാകേണ്ടത് എന്ന മോഹം മനസ്സിൽ അലട്ടുന്നു. കൈകേയി ദശരഥന്റെ അടുത്ത് സ്വന്തം ദുഃഖവും ക്രോധവും പ്രകടമാക്കി. ദശരഥൻ അവളെ ശാന്തയാക്കാനെത്തുമ്പോൾ കൈകേയി മുൻകാലത്ത് ദശരഥൻ അവളോട് നൽകിയ 2 വരദാനങ്ങൾ ആവശ്യപ്പെടുന്നു. 1 ഭരതന് രാജ്യം നൽകണമെന്നും 2 രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിലേക്ക് അയക്കണമെന്നുമായിരുന്നു. കൈകേയിയുടെ ആഗ്രഹം ദശരഥനെ തകർക്കുന്നു. തന്റെ പ്രിയപുത്രനെ അവിടെ നിന്ന് മാറ്റേണ്ടിവരും എന്ന സങ്കടത്തിൽ അദ്ദേഹം മനഃപൂർവ്വം നിരന്തരം ദുഃഖമനുഭവിക്കുന്നു. എന്നാൽ രാജധർമ്മം പാലിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ദശരഥൻ കഠിനമനസ്സോടെ അത് അംഗീകരിക്കുന്നു. രാമനോട് വനത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ രാമൻ പ്രതികരണമൊന്നുമില്ലാതെ അത് സ്വീകരിക്കുന്നു. തന്റെ പിതാവിന്റെ വാക്ക് പാലിക്കപ്പെടണമെന്ന ആഗ്രഹം കൊണ്ട് രാമൻ അയോധ്യയും രാജത്വവും ഉപേക്ഷിച്ച് വനപഥത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുന്നു.